ചടയമംഗലത്തെ NDA സ്ഥാനാർത്ഥി RS അരുൺരാജ് റിപ്പോർട്ടർ ടിവിയോടൊപ്പം ചേരുകയാണ്. ഇലക്ഷന് മണിക്കൂറുകൾക്ക് മുമ്പിൽ ഇലക്ഷൻ സമയത്താണ് കോൺഗ്രസ് വിട്ട് ഇങ്ങനെ BJPയുടെ ഒക്കെ ഭാഗമാകുന്നത്. പെട്ടെന്ന് ചടയമംഗലത്തെ സ്ഥാനാർത്ഥിയാകുന്നു. എന്താണ് രാഷ്ട്രീയ മാറ്റത്തിലേക്കുള്ള ഒരു കാരണം? അപ്രതീക്ഷിതമായ ഒരു മാറ്റം കൂടിയായിരുന്നു. സ്ഥാനാർത്ഥി പട്ടികയിലൊന്നും ഇല്ലെങ്കിൽ സ്ഥാനാർത്ഥിയാവാനൊന്നും കോൺഗ്രസ് ശ്രമിക്കാത്തൊരു വ്യക്തി കൂടിയായിരുന്നു. പിന്നീട് എന്താ ഒരു മാറ്റം? പിന്നീട് ഇത്തരത്തിലൊരു NDA സ്ഥാനാർത്ഥിയെ ചടയമംഗലത്ത് വരാനുള്ള കാരണം എന്താ? മാറ്റത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക തന്നെയാണ്. ചെറുപ്പക്കാർക്കും യുവാക്കൾക്കും ഒരു പ്രാതിനിധ്യവും നൽകാതെ സ്ഥിരം കുറേ മുഖങ്ങൾ, പതിറ്റാണ്ടുകളായി മത്സരിച്ച് പരാജയപ്പെടുന്നവർ, വല്ലപ്പോഴും മാത്രം വിജയിക്കുന്നവർ, അങ്ങനെയുള്ള ആളുകളെ കുത്തി നിറച്ച ഒരു സ്ഥാനാർത്ഥി പട്ടിക. പോരാഞ്ഞ് ആയ കാലത്ത് CPMൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റി MLAയും MP യും മന്ത്രിയുമൊക്കെ ആയിരുന്നവരെ പിന്തുണയ്ക്കുവാനുള്ള കോൺഗ്രസിൻ്റെ തീരുമാനം. ഏറ്റവും വേദനാജനകമായ കാര്യം, കണ്ണൂർ ജില്ലയിലെ കൊലപാതക രാഷ്ട്രീയത്തിനും അക്രമ രാഷ്ട്രീയത്തിനും നേതൃത്വം നൽകിയ ഷുഹൈബിൻ്റെയും കൃപേഷിൻ്റെയും ശരത് ലാലിൻ്റെയും സജിത് ലാലിൻ്റെയും ഒക്കെ കൊലപാതകികളെ സംരക്ഷിച്ച CK ഗോവിന്ദനെയും കുഞ്ഞികൃഷ്ണനെയും പോലെയുള്ള CPMൻ്റെ ക്രിമിനൽ രാഷ്ട്രീയത്തിന് കുടപിടിച്ച നേതാക്കന്മാർക്ക് പിന്തുണ കൊടുക്കുവാനുള്ള ഐക്യജനാധിപത്യ മുന്നണിയുടെയും കോൺഗ്രസിൻ്റെയും തീരുമാനം. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞാൻ കോൺഗ്രസ് പാർട്ടി വിട്ടത്. പിന്നെ ചടയമംഗലത്ത് സ്ഥാനാർത്ഥിയായി രംഗത്ത് വരാനുണ്ടായ സാഹചര്യം, ചടയമംഗലം ഇന്ന് വികസനത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങൾ എടുത്താൽ ഏറ്റവും പിന്നോക്കാവസ്ഥയിലുള്ള മണ്ഡലമാണ്. ഒരു തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളുമില്ലാത്ത ഒരു മണ്ഡലം, വികസനമില്ലാത്ത ഒരു മണ്ഡലം. 30 വർഷമായി ചടയമംഗലത്ത് ജനിച്ചു വളർന്ന് പൊതുപ്രവർത്തനം നടത്തുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഈ ചടയമംഗലം മണ്ഡലത്തിൻ്റെ പിന്നോക്കാവസ്ഥയ്ക്ക് മാറ്റം വരുത്തണം. അതിന് ഭാരതീയ ജനതാ പാർട്ടി ഒരവസരം നൽകിയപ്പോൾ അത് കൈയും നീട്ടി സ്വീകരിച്ചു. അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ രംഗത്ത് വന്നത്. ഈ മണ്ഡലംകാരൻ തന്നെ എന്നത് അത് അഡ്വാൻറ്റേജായി വോട്ടായി മാറുമെന്നൊരു പ്രതീക്ഷയുണ്ടോ? കാരണം BJPക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലമല്ല, പക്ഷേ എന്നാൽ പോലും ഈ നാട്ടുകാരൻ അത് തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമോ? BJPക്ക് സ്വാധീനമില്ലാത്തൊരു മണ്ഡലമാണ് എന്നുള്ളത് തെറ്റിദ്ധാരണയാണ്. BJPക്ക് വലിയ സ്വാധീനമുള്ളൊരു മണ്ഡലമാണ് ചടയമംഗലം. RSSൻ്റെ ശാഖകളുടെ സംഘപരിവാർ പ്രവർത്തനങ്ങളുടെ ആദ്യകാല ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ഒരിക്കലും മാറ്റി നിർത്തുവാൻ കഴിയാത്ത ഒരു മണ്ഡലമാണ് ചടയമംഗലം മണ്ഡലം, പ്രത്യേകിച്ചും ഈ ചടയമംഗലം പ്രദേശം. അപ്പോൾ BJPക്ക് ശക്തമായ വേരോട്ടവും അടിത്തറയുമുള്ളൊരു മണ്ഡലമാണ് ചടയമംഗലം മണ്ഡലം. പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ പിന്നീട് ഈ മണ്ഡലത്തിലെ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾ ഉയർത്തിപ്പിടിച്ച് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് കടന്നു വന്നപ്പോൾ സംഭവിച്ച ചില പാളിച്ചകളാണ് BJP സ്ഥാനാർത്ഥികൾക്ക് വോട്ട് കുറയുവാൻ കാരണം. അതൊരിക്കലും BJPയുടെയോ RSSൻ്റെയോ സംഘടനാശക്തിയുടെ കുറവ് കൊണ്ടല്ല. അതുകൊണ്ട് സംഘടനാശക്തി ഏറ്റവും അടിസ്ഥാന തലത്തിലുള്ള ഒരു മണ്ഡലമാണ് ചടയമംഗലം. ആ മണ്ഡലത്തിൽ ഒരു ജനിച്ചു വളർന്ന ഒരാളെന്നുള്ള രീതിയിൽ, കഴിഞ്ഞ 30-32 വർഷക്കാലത്തെ രാഷ്ട്രീയ പൊതുപ്രവർത്തന പരിചയമുള്ള ഒരാളെന്നുള്ള രീതിയിൽ, ഈ മണ്ഡലത്തിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ അറിയാവുന്ന ഒരാളെന്നുള്ള രീതിയിൽ എന്നെ തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മണ്ഡലത്തിൽ വലിയ മാറ്റം വരും എന്നുള്ളൊരു പ്രതീക്ഷ ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്കുണ്ട്. അപ്പോൾ എൻ്റെ പാർട്ടിയായ ഭാരതീയ ജനതാ പാർട്ടിയുടെയും ഭാരതീയ ജനതാ പാർട്ടിക്ക് എല്ലാ സഹായങ്ങളും നൽകുന്ന മറ്റ് സംഘപരിവാർ സംഘടനകളുടെയും സംഘപരിവാർ കുടുംബത്തിൻ്റെയും ആത്മാർത്ഥമായ പരിശ്രമമുണ്ട് എങ്കിൽ ഈ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു വരാൻ കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. പഴയ സഹപ്രവർത്തകനാണ് UDFൻ്റെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. വെല്ലുവിളിയാവുന്നു? ഒരിക്കലുമില്ല. കാരണം 5 വർഷങ്ങൾക്ക് മുമ്പ് ഈ മണ്ഡലത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിരുന്ന ആൾ തന്നെയാണ് ഇത്തവണയും സ്ഥാനാർത്ഥിയായിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ 5 വർഷക്കാലത്തെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം, അതായത് സ്വന്തം സഹപ്രവർത്തകരായ സഹോദരങ്ങളായ കോൺഗ്രസ് പ്രവർത്തകരെ പോലും ഒരുമിച്ച് നിർത്തുവാൻ കഴിയാതെ ഈ നിയോജക മണ്ഡലത്തിലെ കോൺഗ്രസ് പാർട്ടിയെ പല തട്ടിലാക്കിയതിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന ആളാണ് ഇവിടെ നിന്ന് മത്സരിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി. അദ്ദേഹത്തിൻ്റെ 5 വർഷത്തെ പ്രവർത്തനം തന്നെ എൻ്റെ വിജയത്തിന് മുതൽക്കൂട്ടാവുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വികസനമാണ് പ്രധാന ചർച്ചാ വിഷയമാക്കുന്നത് മണ്ഡലത്തിൽ. അതെ, തീർച്ചയായും. കാരണം ഈ മണ്ഡലത്തിൽ അടിസ്ഥാനപരമായ യാതൊരു സൗകര്യങ്ങളുമില്ല. വികസനത്തിൻ്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ഏറ്റവും പിന്നോക്കാവസ്ഥയിലുള്ള മണ്ഡലമാണിത്. ഒരു താലൂക്ക് രൂപീകരണം വർഷങ്ങളായുള്ള ചടയമംഗലത്തുകാരുടെ ആവശ്യമാണ്. ചടയമംഗലത്തെ ആശുപത്രികൾ, കടയ്ക്കൽ താലൂക്ക് ആശുപത്രി ഉൾപ്പെടെ ഒരു ആശുപത്രിയിലും അടിസ്ഥാന സൗകര്യങ്ങളില്ല. രോഗികളെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുന്ന ഒരു ആശുപത്രി മാത്രമായി കടയ്ക്കൽ താലൂക്ക് ആശുപത്രി മാറിയിരിക്കുന്നു. അപ്പോൾ ആശുപത്രികളുടെ വികസനം ഈ നാട്ടിൻ്റെ പ്രധാന ആവശ്യമാണ്. താലൂക്ക് രൂപീകരണം ആവശ്യമാണ്. ഇപ്പോൾ ചൂടുകാലമാണ്, കുടിവെള്ളക്ഷാമം ഈ നിയോജക മണ്ഡലത്തിലെ ഉയർന്ന പ്രദേശങ്ങളിലൊക്കെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കുടിവെള്ളക്ഷാമമാണ്. അതിന് പരിഹാരമുണ്ടാക്കേണ്ടിയിരിക്കുന്നു. രാത്രി 8:30 മണി കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയായ കടയ്ക്കൽ ചിതറ മേഖലകളിലേക്ക് പൊതുഗതാഗത സംവിധാനം പോലും ഇല്ലാത്ത അവസ്ഥയാണ്. അതിനൊക്കെ മാറ്റം വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ 100% വികസനം മാത്രം മുൻനിർത്തിയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത്. അത് ഈ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ ശുഭാപ്തി വിശ്വാസമാണുള്ളത്. പാർട്ടി മാറ്റത്തെക്കുറിച്ചും അതിൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ചും അരുൺരാജ് വ്യക്തമാക്കി. ഒപ്പം തന്നെ വികസനം മുന്നോട്ട് വെച്ചുകൊണ്ടാണ്, വികസനത്തിന് വേണ്ടിയാണ് അദ്ദേഹം വോട്ട് തേടുന്നതെന്നാണ് പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അബു താഹിറിനൊപ്പം റിപ്പോർട്ടർ AV ജയശങ്കരൻ, റിപ്പോർട്ടർ കൊല്ലം.